ഒരു നിമിഷം ദീർഘമായി ശ്വാസമെടുക്കൂ. നിങ്ങളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ ചിന്തകളെയും വെടിയൂ. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒന്ന്. നിങ്ങൾ തിരയുകയായിരുന്നു, ശ്രമിക്കുകയായിരുന്നു, പ്രതീക്ഷിക്കുകയായിരുന്നു. എന്നിട്ടും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഒരേയൊരു കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾക്ക് ആദ്യം തെളിവ് കാണണം, അതിനെ തൊടണം, നിങ്ങളുടെ കൈകൾ കൊണ്ട് അതിനെ പിടിക്കണം. എന്നാൽ സൃഷ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. രഹസ്യം നിങ്ങളുടെ സങ്കല്പിക്കാനുള്ള കഴിവിലാണ്, വിശ്വസിക്കാനുള്ള കഴിവിലാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടേതാണെന്ന് അനുഭവിക്കാനുള്ള കഴിവിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെന്താണ് വേണ്ടത്? സ്നേഹമാണോ? വിജയമാണോ? സമ്പത്തോ? ആരോഗ്യമാണോ? അത് പ്രശ്നമല്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അനുഭവിക്കാൻ പഠിക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ട യാഥാർത്ഥ്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ നിങ്ങളെ തന്നെ അനുവദിക്കുന്ന നിമിഷം അദൃശ്യമായ ശക്തികൾ അതിനെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. നിങ്ങൾക്ക് ലോകത്തിന്റെ അനുവാദം ആവശ്യമില്ല. നിങ്ങൾ യാചിക്കുകയോ പോരാടുകയോ പിന്തുടരുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരുത്തുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിങ്ങളുടേതാണെന്ന് ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ അംഗീകരിക്കുക. അത് പ്രയത്നത്തിലോ പോരാട്ടത്തിലോ ബലപ്രയോഗത്തിലോ കാണപ്പെടുന്നില്ല. എന്നിട്ടും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ മൂർത്തമായ അനുഭവങ്ങളാക്കി മാറ്റാനും അതിന് ശക്തിയുണ്ട്. ഈ ശക്തിയാണ് അനുഭവം, ഫീലിംഗ്. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അത് കമന്റിൽ എഴുതുക. അത് എന്തുമാകാം. കാരണം നിങ്ങളുടെ ആഗ്രഹം സഫലമായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിൽ വന്ന് റിപ്ലൈ നൽകുന്നതാണ്. അതിന് ഞാൻ ഉറപ്പ് നൽകുന്നു. വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു ഈ വീഡിയോ കാണുക. നിങ്ങൾ എന്തെങ്കിലും യഥാർത്ഥമാണെന്ന് അനുഭവിക്കുമ്പോൾ അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരേയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരുപക്ഷെ അത് സാമ്പത്തിക സമൃദ്ധിയോ സ്നേഹബന്ധമോ ഊർജ്ജസ്വലമായ ആരോഗ്യമോ തെരഞ്ഞെടുത്ത മേഖലയിലെ വിജയമോ ആകാം. അതെന്തായാലും നിങ്ങളുടെ മനസ്സ് അതെങ്ങനെ സംഭവിക്കും, എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ അത് സാധ്യമാണോ എന്ന് സഹജമായി കണക്കുകൂട്ടുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് ഭൗതിക ലോകത്തിന്റെ കണ്ടീഷനിംഗ്. വിശ്വാസത്തിനു മുമ്പ് തെളിവ് ആവശ്യപ്പെടുന്ന ഒരു ലോകം. എന്നാൽ സൃഷ്ടി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. സത്യം നേരെ തിരിച്ചാണ്. ആദ്യം വിശ്വസിക്കുക, തെളിവ് പിന്നാലെ വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതെല്ലാം മുൻകാല സങ്കല്പങ്ങളുടെയും പ്രബലമായ അനുഭവങ്ങളുടെയും പ്രതിഫലനമാണ്. ഏതെങ്കിലും ഒരു തലത്തിൽ അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു. നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ, നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ, ഇവയെല്ലാം പുറത്ത് ഭൗതികമാകുന്നതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ നിലനിന്നിരുന്ന ഒരു അദൃശ്യമായ അനുഭവം, ഒരു നിശബ്ദമായ സങ്കല്പം, ഒരവസ്ഥയായിരുന്നു. പലരും വരുത്തുന്ന തെറ്റ് ഇല്ലായ്മയുടെയോ സംശയത്തിന്റെയോ നിരാശയുടെയോ അനുഭവം നിലനിർത്തിക്കൊണ്ട് ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നതാണ്. ദരിദ്രരായി അനുഭവപ്പെടുമ്പോൾ അവർ സമ്പത്തിനെ ദൃശ്യവൽക്കരിക്കുന്നു. ഏകാന്തത അനുഭവപ്പെടുമ്പോൾ അവർ സ്നേഹത്തെ ഉറപ്പിക്കുന്നു. അവർ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ വിജയം പ്രയാസകരമാണെന്ന അടിസ്ഥാന വിശ്വാസം കൊണ്ട് നടക്കുന്നു. ഈ വൈരുദ്ധ്യം അവരെ കുടുക്കിയിടുന്നു. കാരണം ചിന്ത മാത്രമല്ല, അതിനു പിന്നിലെ അനുഭവമാണ് പ്രകടമാകുന്നത്. അനുഭവം സൃഷ്ടിയുടെ സത്തയാണ്. യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ഊർജ്ജമാണത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം ഉള്ളതിന്റെ അനുഭവം സങ്കല്പിക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടതിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ ജീവിക്കുന്നതായി കണ്ണടച്ച് സങ്കല്പിക്കുമ്പോൾ അത് വെറുതെ കാണരുത്, അതനുഭവിക്കുക. സമൃദ്ധിയുടെ സമാധാനം, വിജയത്തിന്റെ സുരക്ഷിതത്വം, സ്നേഹത്തിന്റെ സന്തോഷം എന്നിവ അനുഭവിക്കുക. അത് നിങ്ങളുടെ സത്തയിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അത് സ്വാഭാവികമായി തോന്നുന്നതുവരെ, അതൊരു സ്വപ്നമായി തോന്നാതെ ഒരു ഓർമ്മയായി തോന്നുന്നതുവരെ. ഇത് ദിവാസ്വപ്നമല്ല, ഇതാണ് സൃഷ്ടി. ഒരു അനുഭവം സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം യാഥാർത്ഥ്യം അതിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ അദൃശ്യമായ ശക്തികൾ ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പുതിയ അനുഭവത്തോട് വിശ്വസ്തത പുലർത്തുക. അതിൽ നടക്കുക, അതിൽ നിന്ന് സംസാരിക്കുക, ഏറ്റവും പ്രധാനമായി അതിൽ വിശ്രമിക്കുക. പുറം ലോകം നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. സാഹചര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, നിങ്ങളുടെ ആന്തരിക അവസ്ഥയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ അനുഭവത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലോകം അതിനോട് പൊരുത്തപ്പെടണം. അതിനു വേറെ വഴിയില്ല. കാരണം അനുഭവമാണ് രഹസ്യം. നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുവോ അതായി നിങ്ങൾ മാറുന്നു. നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനം. ഭൗതിക ലോകത്ത് നിങ്ങൾ കാണുകയും തൊടുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെല്ലാം ആദ്യം ചിന്തയുടെ അദൃശ്യമായ മണ്ഡലത്തിൽ നിലനിന്നിരുന്നു. ഓരോ മഹത്തായ കണ്ടുപിടുത്തവും, ഓരോ അമ്പരചുംബിയും, ഓരോ കലാസൃഷ്ടിയും, ഓരോ വിജയഗാഥയും ഒരു ആശയമായി മനസ്സിൽ സൂക്ഷിച്ച ഒരു ചിത്രമായിട്ടാണ് ആരംഭിച്ചത്. എന്നാൽ വെറും ചിന്തയോ ആഗ്രഹമോ അല്ല ഇവയെ ജീവസുറ്റതാക്കുന്നത്. അവ യാഥാർത്ഥ്യമാണെന്ന സങ്കല്പമാണ്, അവയുടെ സത്യത്തെക്കുറിച്ചുള്ള അനുഭവമാണ് അവയെ പ്രകടമാക്കാൻ കാരണമാകുന്നത്. നിങ്ങളുടെ ഭാവന വെറും ഫാന്റസിയുടെ സ്ഥലമല്ല, അത് സൃഷ്ടിയുടെ പണിപ്പുരയാണ്. നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾ മുൻകാലങ്ങളിൽ ഭാവനയിൽ കാണുകയും
സത്യമെന്ന് അംഗീകരിക്കുകയും ചെയ്തതിന്റെ നേരിട്ടുള്ള ഫലമാണ്. നിങ്ങൾക്കത് അറിയാമായിരുന്നോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ പ്രബലമായ സങ്കല്പങ്ങൾ നിങ്ങളുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ അക്കൗണ്ടിലെ പണം, നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ പ്രതിഫലനമാണ്. നിങ്ങൾ കാണുന്നത് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം ഭാവനയിൽ കാണുന്നതും യഥാർത്ഥമെന്ന് അനുഭവിക്കുന്നതും മാറ്റണം. പലരും തങ്ങൾ സാഹചര്യങ്ങളുടെ ഇരകളാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ബാഹ്യലോകത്തിലെ ഒന്നിനും നിങ്ങളുടെ മേൽ അധികാരമില്ല, നിങ്ങളത് സത്യമെന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ. പുറം ലോകം ഒരു നിഴലാണ് നിങ്ങളുടെ ആന്തരിക അവസ്ഥയുടെ പ്രതിഫലനം. ഇല്ലായ്മയുടെയോ പോരാട്ടത്തിന്റെയോ തിരസ്കരണത്തിന്റെയോ സങ്കല്പത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോകം ആ അനുഭവം പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ സമൃദ്ധിയുടെയും ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും യാഥാർത്ഥ്യം സങ്കല്പിക്കാനും അനുഭവിക്കാനും നിങ്ങൾ ധൈര്യപ്പെട്ടാൽ നിങ്ങളുടെ ലോകം ആ പുതിയ സങ്കല്പത്തെ പ്രതിഫലിപ്പിക്കാൻ മാറേണ്ടിവരും. ഭാവനയും പ്രകടനവും തമ്മിലുള്ള പാലമാണ് അനുഭവം. നിങ്ങൾക്കാവശ്യമുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ, അത് ഇതിനകം നിങ്ങളുടേതാണെന്നതുപോലെ നിങ്ങളത് അനുഭവിക്കണം. ഉപബോധ മനസ്സ് വാക്കുകളോട് മാത്രമല്ല പ്രതികരിക്കുന്നത്, അത് വികാരങ്ങളോട്, ചിന്തയുടെ പിന്നിലെ ബോധ്യത്തിന്റെ ആഴത്തോട് പ്രതികരിക്കുന്നു. നിങ്ങൾ രഹസ്യമായി ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ സ്വയം സമ്പന്നനായി ഭാവനയിൽ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പ്രബലമായ അനുഭവം വിജയിക്കുകയും ദാരിദ്ര്യം നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സമ്പത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ലാളിത്യത്തിന്റെ അനുഭവം സങ്കല്പിക്കുകയാണെങ്കിൽ ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കാൻ ലോകം സ്വയം പുനഃക്രമീകരിക്കേണ്ടിവരും. നിങ്ങളുടെ ഭാവനയ്ക്ക് പരിധികളില്ല, അതിനാൽ നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾക്കും പരിധികളില്ല. ഒന്നും വളരെ വലുതോ വളരെ പ്രയാസമുള്ളതോ വളരെ ദൂരെയുള്ളതോ അല്ല. നിലവിലുള്ള ഒരേയൊരു പരിധികൾ സംശയത്തിലൂടെയും അവിശ്വാസത്തിലൂടെയും നിങ്ങൾ സ്വയം സ്ഥാപിക്കുന്നവയാണ്. ഈ പരിമിതികൾ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ അനുഭവത്തിൽ വസിക്കുന്ന നിമിഷം ലോകം മാറാൻ തുടങ്ങുന്നു. ആളുകളും സംഭവങ്ങളും അവസരങ്ങളും നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വഴികളിൽ നീങ്ങുന്നു. വഴികളില്ലാത്തിടത്ത് പാതകൾ തുറക്കുന്നു. ഒരു കാലത്ത് അസാധ്യമെന്ന് തോന്നിയത് അനിവാര്യമായിത്തീരുന്നു. സ്ഥിരോത്സാഹമാണ് പ്രധാനം. പുറം ലോകം എന്ത് കാണിച്ചാലും നിങ്ങളുടെ ആന്തരിക ദർശനത്തോട് നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. താൽക്കാലിക രൂപങ്ങളാൽ വഞ്ചിതരാകരുത്. സങ്കല്പവും പ്രകടനവും തമ്മിലുള്ള കാലതാമസം നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു മിഥ്യാബോധം മാത്രമാണ്. നിങ്ങൾ ആടിയുലയാതെ സംശയിക്കാതെ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങൾ ഭാവനയിൽ കണ്ടത് ഒരു യാഥാർത്ഥ്യമായി മാറും. എല്ലാം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഭാവന നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. അനുഭവം അതിനെ ജീവസുറ്റതാക്കുന്ന ശക്തിയാണ്. ഏറ്റവും മികച്ചത് സങ്കല്പിക്കുക, അത് യാഥാർത്ഥ്യമായി അനുഭവിക്കുക. നിങ്ങളുടെ ലോകം നിങ്ങളുടെ കൺമുന്നിൽ രൂപാന്തരപ്പെടുന്നത് കാണുക. നിങ്ങൾ ചുറ്റും കാണുന്ന ലോകം തോന്നുന്നത്ര ഉറച്ചതോ സ്ഥിരമായതോ അല്ല. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം നിങ്ങളുടെ മുൻകാല ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനം മാത്രമാണ്. സാഹചര്യങ്ങൾ യഥാർത്ഥമാണെന്നും നിങ്ങളുടെ മുന്നിലുള്ളത് മാത്രമാണുള്ളതെന്നും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഇതൊരു മിഥ്യാബോധമാണ്. ഭൗതിക ലോകം നിങ്ങളുടെ അനുഭവങ്ങളുടെ കാരണമല്ല, അത് ഫലമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലാണ്. മിക്ക ആളുകളും പുറം ലോകത്തിന് തങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന മട്ടിലാണ് ജീവിക്കുന്നത്. അവർ കാണുന്നതിനോടും കേൾക്കുന്നതിനോടും അനുഭവിക്കുന്നതിനോടും പ്രതികരിക്കുന്നു. സാഹചര്യങ്ങൾ അവരുടെ വികാരങ്ങളെയും പ്രവൃത്തികളെയും സാധ്യതകളെയും നിർണയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവർ ഇല്ലായ്മ കാണുമ്പോൾ അവർ ഇല്ലായ്മയിൽ വിശ്വസിക്കുന്നു. അവർ തിരസ്കരണം അനുഭവിക്കുമ്പോൾ അവർ യോഗ്യരല്ലെന്ന് കരുതുന്നു. ഇപ്പോൾ കാണുന്നതിനെ തന്നെ തുടർന്നും അനുഭവിക്കാൻ അവർ അനുവദിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ നിഴലുകളെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഭൂതകാലത്തെ ആവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ സത്യമെന്ന് പറയുന്നതിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ആദ്യം വിട്ടുനിൽക്കണം. ബാഹ്യലോകം നിങ്ങളെ നിർവചിക്കാൻ അനുവദിക്കരുത്. അത് ശാശ്വതമല്ല, അത് മാറ്റാനാവാത്തതല്ല. നിങ്ങൾ ഒരു കാലത്ത് സത്യമെന്ന് സങ്കല്പിച്ചതിന്റെ പ്രതിഫലനം മാത്രമാണത്. പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിക്കുകയും നിങ്ങളുടെ ആന്തരിക അവസ്ഥ മാറ്റുകയും വേണം. ലോകത്തിന് അത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നതിനു മുമ്പ് നിങ്ങൾ ആദ്യം വ്യത്യസ്തമായി അനുഭവിക്കണം. ഒരു കണ്ണാടിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ അതിലേക്ക് നോക്കി മുഖം ചുളിച്ചാൽ അത് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കില്ല. നിങ്ങൾ മാറുമ്പോൾ മാത്രമേ ചിത്രം മാറൂ. യാഥാർത്ഥ്യവും അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ദാരിദ്ര്യമോ അവഗണനയോ വിലയില്ലാത്ത അവസ്ഥയോ അനുഭവപ്പെട്ടാൽ ലോകം അത് നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളൊരു പുതിയ അനുഭവം സങ്കല്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ സമൃദ്ധനും സ്നേഹിക്കപ്പെടുന്നവനും വിജയിയുമാണെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കണ്ണാടി മാറേണ്ടിവരും. അതിന് വേറെ വഴിയില്ല. ലോകം നിങ്ങൾ സത്യമെന്ന് സങ്കല്പിക്കുന്നതിനോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിട്ടുനിൽക്കൽ, ഡിറ്റാച്ച്മെന്റ് അത്യാവശ്യമായിരിക്കുന്നത്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്നതുമായി നിങ്ങൾ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരേ യാഥാർത്ഥ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ രൂപങ്ങൾക്ക് മുകളിൽ ഉയർന്ന് ആഴത്തിലുള്ള ഒരറിവിൽ നിന്ന് ജീവിക്കണം.
നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് താമസിയാതെ പുറം ലോകത്ത് യാഥാർത്ഥ്യമാകുമെന്ന അറിവ്. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളെ അവഗണിക്കുക. അവ പഴയ വിശ്വാസങ്ങളുടെ പ്രതിധ്വനികളല്ലാതെ മറ്റൊന്നുമല്ല. അവ ശാശ്വതമല്ല. അവ അന്തിമമല്ല. വിട്ടുനിൽക്കൽ എന്നാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുകയോ ജീവിതത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുക എന്നല്ല അർത്ഥമാക്കുന്നത്. ഇല്ലായ്മയുടെയോ പരാജയത്തിന്റെയോ പരിമിതിയുടെയോ മിഥ്യാബോധത്താൽ നിയന്ത്രിക്കപ്പെടാൻ വിസമ്മതിക്കുക എന്നാണ് ഇതിനർത്ഥം. ലോകം നിങ്ങളുടെ ആന്തരികാവസ്ഥ തെരഞ്ഞെടുക്കുന്നതിന് പകരം നിങ്ങൾ അത് തെരഞ്ഞെടുക്കുക എന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ ഇത് സ്വായത്തമാക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും. നിങ്ങൾ ഇനി ജീവിതത്തോട് പ്രതികരിക്കുകയല്ല, നിങ്ങൾ അത് സൃഷ്ടിക്കുകയാണ്. മിക്ക ആളുകളും കാത്തിരിപ്പിന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ഭാവിക്കു വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നു, കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ തങ്ങളുടെ ആഗ്രഹത്തെ ഭാവിയിൽ എപ്പോഴും കയ്യെത്താ ദൂരത്ത് നിർത്തുന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളത് തങ്ങളുടെ പക്കലില്ലെന്ന് അവർ ഉപബോധ മനസ്സിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. അതിനാൽ ലോകം ആ ഇല്ലായ്മയെ പ്രതിഫലിപ്പിക്കുന്നു. രഹസ്യം കാത്തിരിപ്പിലല്ല, മറിച്ച് സങ്കൽപ്പിക്കുന്നതിലാണ്. ഇതിനകം അതുള്ളതിന്റെ അവസ്ഥയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതിലാണ്. നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിനെ നിങ്ങളിൽ നിന്ന് വേറിട്ട ഒന്നായി, നിങ്ങൾ പിന്തുടരുകയോ പ്രയത്നിക്കുകയോ ചെയ്യേണ്ട ഒന്നായി കാണുന്നതിനു പകരം അത് ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടതായി സങ്കൽപ്പിക്കുക. അത് ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമായിരുന്നു? അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ നീങ്ങുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു? ആ അനുഭവം നിങ്ങളെ വിഴുങ്ങട്ടെ. അത് നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയായി മാറട്ടെ. നിങ്ങൾ ഈ അനുഭവത്തിൽ എത്രത്തോളം വസിക്കുന്നുവോ അത്രയധികം അത് യഥാർത്ഥമായിത്തീരുന്നു. ഒടുവിൽ ലോകത്തിന് അതിനോട് പൊരുത്തപ്പെടുകയല്ലാതെ മറ്റു മാർഗമില്ലാതാകുന്നു. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ പ്രകടമാകുമെന്ന് നിങ്ങൾ അറിയേണ്ടതില്ല. അത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വഴികളിൽ ലോകം സ്വയം പുനഃക്രമീകരിക്കും. അവസരങ്ങൾ ഉടലെടുക്കും. സാഹചര്യങ്ങൾ മാറും. ആളുകൾ അവരുടെ പങ്ക് വഹിക്കും. എല്ലാം നിങ്ങളുടെ സങ്കല്പത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുമിച്ച് അണിനിരക്കും. എന്നാൽ നിങ്ങൾ അന്തിമഫലത്തോട് വിശ്വസ്തനായിരിക്കണം. പുറം ലോകം നിലവിൽ എന്ത് കാണിച്ചാലും പൂർത്തീകരണത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത്. അവർ സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നു, അവരുടെ ആഗ്രഹത്തിന്റെ യാഥാർത്ഥ്യം അനുഭവിക്കാൻ തുടങ്ങുന്നു. എന്നാൽ പിന്നീട് അവർ ചുറ്റും നോക്കുകയും പെട്ടെന്നുള്ള മാറ്റമൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്നു. സംശയം കടന്നുവരുന്നു. അവർ അടയാളങ്ങൾക്കായി പരിശോധിക്കുന്നു. ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യുന്നു. അവർ തങ്ങളുടെ പഴയ ആഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് വഴുതി വീഴുന്നു. ഈ ആടിയുലച്ചിൽ അവരുടെ പ്രവൃത്തിയെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രകടമാക്കാൻ രൂപങ്ങളെ ഗൗനിക്കാതെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ സങ്കൽപ്പിച്ചത് ഇതിനകം ചലനത്തിലാണെന്ന് വിശ്വസിക്കണം. ദൃശ്യമായ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും. മണ്ണിൽ നട്ട ഒരു വിത്തിനെക്കുറിച്ച് ചിന്തിക്കുക. അത് വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും അത് കുഴിച്ചെടുക്കുന്നില്ല. ഉപരിതലത്തിനടിയിൽ അദൃശ്യമായ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പ്രക്രിയയിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. നിങ്ങൾ അവയെ ഉള്ളിൽ യഥാർത്ഥമെന്ന് സങ്കൽപ്പിച്ചു കഴിഞ്ഞാൽ അവയെ ശല്യപ്പെടുത്താതെ വിടുക. അദൃശ്യമായ ശക്തികൾ അവയെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ കാര്യങ്ങൾ സംഭവിക്കാൻ ശ്രമിക്കുന്നത് നിർത്തി പകരം അന്ത്യത്തിൽ വസിക്കുമ്പോൾ യാഥാർത്ഥ്യം നിങ്ങളുടെ ആന്തരിക ലോകവുമായി പൊരുത്തപ്പെടാൻ വളയുന്നു. ഇതാണ് അനായാസമായ സൃഷ്ടിയുടെ രഹസ്യം. ഒരു കാലത്ത് അസാധ്യമെന്ന് തോന്നിയത് ബലപ്രയോഗമോ പോരാട്ടമോ ഇല്ലാതെ സ്വാഭാവികമായി വികസിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകമുള്ള വ്യക്തിയാവുക. ലോകം അത് പ്രതിഫലിപ്പിക്കും. ഇത് നിയമമാണ്. എല്ലാ രാത്രിയും നിങ്ങൾ കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങൾ സൃഷ്ടിയുടെ വാതിൽക്കൽ നിൽക്കുന്നു. ഈ മയക്കമുള്ള വിശ്രമിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ബോധമനസ്സ് മങ്ങുകയും നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇനി തർക്കിക്കുകയോ സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഇല്ല. അത് ലളിതമായി അംഗീകരിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനർരൂപകൽപ്പന ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ അനുഭവം നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് പ്രകടമാകത്തക്ക വിധം ആഴത്തിൽ സ്ഥാപിക്കാനുമുള്ള ഏറ്റവും ശക്തമായ നിമിഷമാണിത്. മിക്ക ആളുകളും ഉത്കണ്ഠയുടെയോ ഖേദത്തിന്റെയോ നിരാശയുടെയോ അവസ്ഥയിലാണ് ഉറങ്ങാൻ പോകുന്നത്. അവർ അന്നത്തെ പ്രശ്നങ്ങൾ വീണ്ടും ഓർക്കുന്നു, തങ്ങളുടെ പോരാട്ടങ്ങളിൽ വസിക്കുന്നു. ഈ പ്രതികൂല വികാരങ്ങളെ അറിയാതെ തന്നെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കുന്നു. അടുത്ത ദിവസം അവർ അതേ സാഹചര്യങ്ങളിലേക്ക് ഉണരുന്നു. കാരണം അവർ അറിയാതെ ഉറക്കത്തിൽ അവയെ പുനഃസൃഷ്ടിച്ചു. എന്നാൽ നിങ്ങൾക്ക് ഈ സമയം വ്യത്യസ്തമായി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം പൂർത്തീകരിച്ച അവസ്ഥയിലേക്ക് പ്രവേശിക്കാനും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അത് യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കാനും കഴിയും. ഉറങ്ങുന്നതിനു മുമ്പ് പുറം ലോകത്തെ വിട്ടേക്കുക. എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചേക്കാം എന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അതിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഉള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്ന യാഥാർത്ഥ്യത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. കണ്ണുകളടച്ച് ശരീരം വിശ്രമിപ്പിച്ച് ശാന്തമായ ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുക. ഉറക്കത്തിന്റെ ഭാരം അടുത്തുവരുന്നത് അനുഭവിക്കുക. എന്നാൽ നിങ്ങളുടെ ചിന്തകളെ നയിക്കാൻ പാകത്തിന് ബോധവാനായിരിക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം നിങ്ങളുടേതാണെന്ന അനുഭവം സങ്കൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച നിമിഷമാണിത്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ സ്വയം കാണുക, ഒരു കാഴ്ചക്കാരനായിട്ടല്ല, മറിച്ച് ഒരു പങ്കാളിയായി. നിങ്ങളുടെ ആഗ്രഹം സ്നേഹമാണെങ്കിൽ അതിന്റെ ഊഷ്മളത നിങ്ങളെ ചുറ്റുന്നത് അനുഭവിക്കുക. വിജയമാണെങ്കിൽ നിങ്ങളോട് പറയുന്ന പ്രശംസയുടെ വാക്കുകൾ കേൾക്കുക. സമൃദ്ധിയാണെങ്കിൽ ആവശ്യത്തിലധികമുള്ളതിന്റെ സുരക്ഷിതത്വവും ലാളിത്യവും അനുഭവിക്കുക. രംഗം കഴിയുന്നത്ര വ്യക്തമാക്കുക, എന്നാൽ അതിലും പ്രധാനമായി അത് സ്വാഭാവികമായിരിക്കട്ടെ. അതിനെ നിർബന്ധിക്കരുത്. ഒരു ഫാന്റസി സൃഷ്ടിക്കുന്നതിനുപകരം ഒരു ഓർമ്മ അയവിറക്കുന്നത് പോലെ അത് അനായാസമായി വികസിക്കട്ടെ. പ്രധാന കാര്യം ദൃശ്യവൽക്കരിക്കുക മാത്രമല്ല, അനുഭവിക്കുക എന്നതാണ്. അനുഭവമാണ് ഉപബോധ മനസ്സിന്റെ ഭാഷ. നിങ്ങൾ വികാരമില്ലാതെ മനസ്സിൽ ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ദിവാസ്വപ്നം കാണുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ രംഗത്തോട് നിങ്ങൾ ആഴത്തിലുള്ള യഥാർത്ഥമായ ഒരു അനുഭവം ചേർക്കുന്ന നിമിഷം അതിപ്പോൾ സംഭവിക്കുന്നതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി അംഗീകരിക്കുന്നു. ഉപബോധ മനസ്സ് സത്യമായി അംഗീകരിക്കുന്നത് അത് ജീവസുറ്റതാക്കുക തന്നെ ചെയ്യും. ഉറക്കം നിങ്ങളെ കീഴടക്കുന്നതുവരെ ഈ അനുഭവത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു എന്ന സങ്കല്പത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ നിങ്ങളെ തന്നെ അനുവദിക്കുക. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കാനോ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യാനോ ഉള്ള സമയമല്ല ഇത്. നിങ്ങൾക്കാവശ്യമുള്ളത് ഇതിനകം ഉള്ളതിന്റെ അനുഭവത്തിന് കീഴടങ്ങാനുള്ള സമയമാണിത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പുതിയ യാഥാർത്ഥ്യം പതിപ്പിക്കുന്നു. നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറമുള്ള വഴികളിൽ അത് പ്രകടമാക്കാൻ തളരാതെ പ്രവർത്തിക്കും. നിങ്ങൾ ഉണരുമ്പോൾ സംശയിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കുക. പെട്ടെന്നുള്ള തെളിവിനായി പുറം ലോകത്തേക്ക് നോക്കരുത്. വിത്ത് നട്ടുകഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക, അത് വികസിക്കാൻ അനുവദിക്കുക. നിങ്ങൾ ഉണരുന്ന ലോകം താമസിയാതെ മാറാൻ തുടങ്ങും. നിങ്ങൾ ഉറങ്ങിയ സങ്കല്പവുമായി സ്വയം പൊരുത്തപ്പെടും. ഇതാണ് അനായാസമായ സൃഷ്ടിയുടെ രഹസ്യം. നിങ്ങളുടെ പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമെങ്കിൽ, ആ അറിവ് ദിവസം മുഴുവൻ കൊണ്ടുനടക്കാൻ കഴിയുമെങ്കിൽ, ദൃശ്യമായതിനേക്കാൾ യഥാർത്ഥം അദൃശ്യമായതാണെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായിരിക്കില്ല. നിങ്ങളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സൃഷ്ടാവ്. അത് അനുഭവിക്കുക, വിശ്വസിക്കുക, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നന്ദി.